തോമസ് സാറേ, യു കെയിലെ കലാപം സത്യത്തിൽ ബംഗ്ലാദേശിലെ കലാപത്തിൻ്റെ മുമ്പിൽ വേണ്ടത്ര മാധ്യമ ശ്രദ്ധ കിട്ടാതെ പോയൊരു കലാപമാണ്. അതിഭീകരമാണ് അവിടുത്തെ കലാപം. പ്രത്യേകിച്ച് അതിൻ്റെ സ്വഭാവം രാഷ്ട്രീയമല്ല താനും, അത് വംശീയമാണ്. വംശീയത, വർണ്ണവെറി, വിശ്വാസം, കുടിയേറ്റക്കാർ, തദ്ദേശീയർ, ഇങ്ങനെ ഒരുപാട് എത്തനിക്കായിട്ടുള്ള ഇഷ്യൂസാണ് തീർച്ചയായിട്ടും ബ്രിട്ടനിലുള്ളത്. ബ്രിട്ടൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയ അത്ഭുതമുണ്ട്. കാരണം ലോകത്തിലെല്ലാം ഇപ്പോൾ ഏത് അധിനിവേശ രാജ്യത്ത് നിന്നും സൂര്യാസ്തമിക്കാത്തൊരു സാമ്രാജ്യത്തിൻ്റെ നിയന്ത്രണം വഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഏത് അധിനിവിഷ്ട രാജ്യത്ത് നിന്ന് ആര് വന്നാലും അഭയം തേടി വന്നവർക്കൊക്കെ അഭയം കൊടുക്കുകയും എന്ത് ഭീകരപ്രവർത്തനത്തിൻ്റെ പേരിൽ വന്ന് അസൈലം ചോദിച്ചാലും അവരോടൊക്കെ മനുഷ്യത്വപരമായ പെരുമാറ്റം. ശരി, വാട്ട് യു ഹാവ് ഡൺ ഈസ് ഡൺ, ഇനി ഇവിടെ സമാധാനത്തോടെ ജീവിച്ചോളണമെന്ന് മാത്രമേ അവർ പറയാറുള്ളൂ. പക്ഷേ ആ നാടിന് പോലും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അത് അവിടുത്തെ രാഷ്ട്രീയ ചിന്താഗതിയിൽ വന്ന മാറ്റമുണ്ട്, ജനങ്ങളുടെ മൈൻഡ് സെറ്റിൽ വന്ന മാറ്റമുണ്ട്. ഇപ്പോൾ ഒടുവിലത്തെ ഒരു പ്രശ്നം, ഈ ഒടുവിലത്തെ ചിത്രം, ആ കലാപത്തിൻ്റെ വിശദാംശങ്ങൾ സാറ് പറഞ്ഞോളൂ. ഇപ്പോഴും ആളുകൾ വേണ്ടത്ര ബോധവാന്മാരല്ല അതിനെക്കുറിച്ച്. നമ്മൾ ഇന്ന് ആലോചിക്കുന്നൊരു കാര്യം, ഇതിൻ്റെ യഥാർത്ഥ ഈ ദുരന്തത്തിൻ്റെ യഥാർത്ഥ ഈ ഭവിഷ്യത്തുകൾ ആരായിരിക്കും അനുഭവിക്കേണ്ടി വരിക? ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ പോകുന്നത്, ഏറ്റവും കൂടുതൽ ഉപരിപഠനത്തിന് പോകുന്നത്, ഏറ്റവും കൂടുതൽ പേര് ഉയർന്ന തൊഴിലുകൾ തേടി പോകുന്നത്, സമാധാനപരവും സമ്പന്നവുമായ ജീവിതം നയിക്കാൻ പോകുന്നത് എത്രയോ കാലമായിട്ട്, പതിറ്റാണ്ടുകളായിട്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷം പോലും ഇംഗ്ലണ്ടിലേക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ സകലമാന കുടിയേറ്റക്കാരെയും സകല വിദേശ രാഷ്ട്രങ്ങളുടെയും കുടിയേറ്റം അല്ലെങ്കിൽ അവരുടെ വരവ്, അതിൻ്റെ ബ്രിട്ടൻ അതിൻ്റെ വാതിലുകൾ അടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി മതി, ഇനഫ് ഇസ് ഇനഫ്, ഇനി ഞങ്ങൾക്ക് വയ്യ എന്ന് പറയുമ്പോൾ ആത്യന്തികമായി അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്നത്, അതിൻ്റെ ദുഷ്ഫലങ്ങൾ അനുഭവിക്കുന്നത് ഇന്ത്യക്കാരായിരിക്കും എന്ന് മാത്രമല്ല, അതിലേറെ മലയാളികളായിരിക്കും. സാർ അതിൻ്റെ ഒരു വസ്തുതാപരമായ കണക്കുകൾ വെച്ച് ഈ ബ്രിട്ടീഷ് കലാപത്തിൻ്റെ യഥാർത്ഥ ഇരകൾ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ദുരന്ത കഥാപാത്രങ്ങൾ മലയാളികളാകും എന്നൊരു വീക്ഷണം ഉണ്ടല്ലോ, അതൊന്ന് വിശദീകരിക്കൂ സാർ. അതായത് കുറേ കാലമായിട്ട് നമ്മുടെ ആൾക്കാർ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും വളരെയധികം പേര് ഇംഗ്ലണ്ടിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ആദ്യമൊക്കെ കൂടുതലും പോയിരുന്നത് IT പ്രൊഫഷണൽസൊക്കെ ആയിരുന്നു. പക്ഷേ കോവിഡിന് ശേഷം എല്ലാത്തരം ആൾക്കാരും അങ്ങോട്ട് പോകാൻ തുടങ്ങി. കോവിഡിൻ്റെ സമയത്ത് അവിടെ അവർക്ക് പറ്റിയ ആൾക്കാരെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വളരെ കൂടുതൽ ആൾക്കാരെ അവർ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. ലേബർ ഫോഴ്സ്. അതെ. പിന്നെ അതങ്ങനെ ഒരു പ്രവാഹമായിട്ട് മാറി. അങ്ങനെ വളരെയധികം പേര് അവിടെ ചെല്ലാൻ തുടങ്ങി. പിന്നെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ചെല്ലാൻ തുടങ്ങി. ഇപ്പോൾ സിറിയ, ഇറാഖിലൊക്കെ പ്രോബ്ലംസ് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ ഈ ഇമിഗ്രൻസ് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ റെഫ്യൂജീസൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ അവിടെ വന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ നിയമങ്ങൾ പാലിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ഇന്ത്യയിൽ നിന്നും പോകുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും പോകുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളതാണ്. ഒന്നില്ലെങ്കിൽ പറഞ്ഞ IT അല്ലെങ്കിൽ നേഴ്സിംഗ് അങ്ങനെയൊക്കെ പഠിച്ച് ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നു. പക്ഷേ ഇത് പേപ്പേഴ്സ് ആർ ക്ലിയർ, എല്ലാം ലീഗലായിട്ട് അവർ പോകുന്നത്. പക്ഷേ മറ്റ് പലരും വരുന്നത് ഈ ഇംഗ്ലീഷ് ചാനലിലൂടെ ബോട്ട് ഓടിച്ച് ഇവിടെ വന്ന് ഇടിച്ചു കയറാൻ അനധികൃതമായ കുടിയേറ്റമാണ് അവർ നടത്തുന്നത്. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നില്ല, പിന്നെ അവരുടെ സ്വഭാവം അതനുസരിച്ചൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ക്രിമിനൽ സ്വഭാവം. അതെ, ആ ക്രിമിനൽ നേച്ചർ ഇവർ പല രീതിയിൽ പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് തന്നെ ഇത് മടുപ്പായി തുടങ്ങി. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അവർക്കും ഇത് അൺബെയറബിളായിട്ട് തോന്നാൻ തുടങ്ങി. അപ്പോൾ ചിലയിടത്ത് പോയിട്ട് അവർ റോട്ടിൽ വഴിയൊക്കെ തടഞ്ഞിട്ട് അവിടെ നിന്ന് പ്രാർത്ഥന എത്തിക്കൽ, പിന്നെ അങ്ങനത്തെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർക്കും ഇത് മടുക്കാൻ തുടങ്ങി. അങ്ങനെ മടുത്ത് ഈ ഇമിഗ്രൻസിനെ സംശയത്തോടുകൂടി വീക്ഷിക്കുന്ന ഇവർ വന്ന് കാര്യം, അവർ വരുമ്പോൾ ആകെ ഡീഹൈഡ്രേറ്റഡായിട്ട് വിശന്ന് അലഞ്ഞൊക്കെയാണ് വരുന്നത്. പക്ഷേ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ആരോഗ്യം തിരിച്ച് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അവരുടെ സ്വഭാവം മാറിപ്പോണം. നമ്മുടെ മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കൊണ്ടുള്ള പ്രശ്നമല്ല, അവിടെയുള്ള ബാക്കി വരുന്ന ആൾക്കാർ ഈ ചാനൽ കിടന്ന് ഇടിച്ചു കയറി വരുന്നവരെ കൊണ്ട് അവർക്ക് അൺബെയറബിളായി കണ്ടീഷൻ. അങ്ങനെ ഇത് അവരെ ഈ ഐഡിയ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലിവർപൂളിൽ സൗത്ത് പോർട്ട് എന്ന് പറയുന്ന സ്ഥലത്തൊരു സംഭവം ഉണ്ടായി. അവിടെ ഡാൻസ് കം യോഗ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരാൾ ഇത് ബലമായിട്ട് അവിടെ വന്നിട്ട് അവിടെയുള്ള കുട്ടികൾ, അവരൊക്കെ 10 years താഴേക്കുള്ള പ്രായമുള്ള കുട്ടികളാണ്, അവരെ വന്ന് നന്നായിട്ട് കുത്തയും വെട്ടയൊക്കെ ചെയ്യാൻ തുടങ്ങി. 3 കുട്ടികൾ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞോണം മരിച്ചു.
പിന്നെ 5 കുട്ടികളുടെയും ഈ യോഗ ടീച്ചറിൻ്റെയും കണ്ടീഷൻ വളരെ മോശമാണ്. അവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവരെ ബ്രിട്ടീഷുകാർ എന്ത് പ്രൊവോക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാലും അവരിതൊക്കെ ഓക്കെ ദേ ടേക്ക് ഇറ്റ് ഇൻ ദെയർ സ്ട്രൈഡ്, അവർക്കതിൽ അവരതങ്ങ് വകവെച്ച് കൊടുക്കുകയായിരുന്നു. പക്ഷേ ഈ സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കണ്ടീഷൻ മാറി, അവരുടെയും മൈൻഡ് സെറ്റിൽ ഒരു മാറ്റം വരാൻ തുടങ്ങി. അപ്പോൾ ഇത് അല്ല പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്രമണം നടത്തിയ ആൾ വെയിൽസുകാരനാണ്, ഇംഗ്ലണ്ടിൽ തന്നെ. അയാൾ ഇംഗ്ലണ്ടുകാരനാണ്. പക്ഷേ ജനം ഈ സത്യം അറിയുന്നതിന് മുമ്പ് അവർക്ക് അവരുടേതായ കൺക്ലൂഷൻസ് ഉണ്ട്. അവർ മുസ്ലിം ആണെന്നും ഇമിഗ്രൻ്റ് ആണെന്നും ഒക്കെ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഇവർ ആക്രമണങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. ആക്രമണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ മെയിനായിട്ട് മോസ്കിനെ ഇവർ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ മോസ്ക് കൂടാതെ പിന്നെ ഇവർ ആക്രമിക്കുന്ന ഒരു സ്ഥലം ഇമിഗ്രേഷൻ സെൻറ്റേഴ്സാണ്, ഈ ആൾക്കാരിങ്ങനെ വരുന്ന ആൾക്കാർ. പിന്നെ വേറെ ഒരു സ്ഥലം ഇമിഗ്രേഷൻ സോളിസിറ്റേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഇവർക്ക് പേപ്പറുകളൊക്കെ ശരിയാക്കി കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അഡ്വക്കേറ്റ്സൊക്കെ അവരുടെ ഓഫീസുകളുണ്ട്. ഇങ്ങനെ 3 സ്ഥലങ്ങൾ, ഒന്ന് മോസ്ക്, പിന്നെ ഇമിഗ്രേഷൻ സെൻറ്റർ, പിന്നെ ഇമിഗ്രേഷൻ സോളിസിറ്റേഴ്സിൻ്റെ ഓഫീസ്. ഇതൊക്കെ ശരിക്കും ആക്രമിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും പതുക്കെ ഈ വലതുപക്ഷ തീവ്രവാദത്തിൻ്റെ ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി. പിന്നെ ആദ്യം പ്രശ്നമുണ്ടായത് ടോട്ടൻഹാം എന്ന് പറയുന്ന സ്ഥലത്ത് ഹോളിഡേ ഇൻ എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്. അവിടെ ഈ മൈഗ്രൻസിനെ ഒരുപാട് താമസിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ വന്നിരിക്കുന്നവർ ഒരുപാട് പേര് താമസിച്ചിട്ടുണ്ട്, റെഫ്യൂജീസും മൈഗ്രൻസും ഇമിഗ്രൻസൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന. ഇവിടെ കയറി വലിയ ആക്രമണം നടത്തി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ ചിലർ ഇതിന് എതിരെ ഫാഷിസത്തിനെ എതിർക്കുന്നവരെന്നും പറഞ്ഞൊരു പാർട്ടി ഈ വലതുപക്ഷക്കാരെ ആക്രമിക്കാനായിട്ട് വന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നമായി. അപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് വളരെയധികം ആൾക്കാരുണ്ട്. അവരെല്ലാവരും പേപ്പേഴ്സ്, ക്ലിയർ ആയിട്ടുള്ള പേപ്പേഴ്സോടുകൂടി പ്രൊഫഷണൽ ആൾക്കാർ അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നവരാണ്. പലരും സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നു. പിന്നെ അത് കഴിയുമ്പോൾ വർക്ക് വിസയൊക്കെ മാറ്റിയെടുക്കലോ അങ്ങനെ താമസമൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. മലയാളികൾ കുറേയധികം പോകുന്നുണ്ട്. ഒരുപക്ഷെ മലയാളികളെക്കാൾ കൂടുതൽ പോകുന്നൊരു വിഭാഗമുണ്ട് തെലങ്കാനയിൽ നിന്ന് നന്നായിട്ട് ആൾക്കാർ പോകുന്നുണ്ട് ഇംഗ്ലണ്ടിലേക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ. പിന്നെ നമ്മുടെ മലയാളികളുടെ ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് രാത്രി സമയത്ത് ലേറ്റ് നൈറ്റ് ജോബ്സ് ചെയ്യുന്നവരുണ്ട് അവിടെ ഇംഗ്ലണ്ടിൽ. പിന്നെ കുറേ പേര് ഡെലിവറി ജോബ്സ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നവരുണ്ട്. പിന്നെ കുറേ പേര് ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ദീസ് പീപ്പിൾ ആർ ഓൾവേസ് ഔട്ട്സൈഡ്, വീടിനകത്തിരുന്നിട്ടുള്ള പരിപാടികളല്ല. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് ഇതിൽ ടാർഗറ്റഡ് ആകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബഹളം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യം തുടങ്ങിയത് ലണ്ടൻ, മാഞ്ചസ്റ്റർ, ബിർമിംഗ്ഹാം ഈ 3 സിറ്റീസിലാണ് തുടങ്ങിയത്. പിന്നെ അത് മറ്റ് സിറ്റീസിലേക്കും സബർബ്സിലേക്കൊക്കെ വ്യാപിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആക്രമണം അത് പോലീസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ അത്ര ഭയങ്കര ഗൗരവത്തിലാണ്. ഇനിയിപ്പോൾ ആക്രമണം നടക്കാൻ പോകുന്നത് 38 സിറ്റീസ് ഓഫ് ഇംഗ്ലണ്ട്, 38 പ്ലേസസ് അവർ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഇവിടെ പ്രതിഷേധവും ജാഥയൊക്കെ നടത്താൻ പോകണമെന്ന്. അപ്പോൾ അതിനെ ചൊല്ലി ഭയങ്കരമായിട്ട് ഒരു റെസ്റ്റ്ലെസ്നെസ് അവിടെ ഉണ്ട്. അത് മാത്രമല്ല അവിടെ സ്കിൻ ഹെഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിയോനാസിസ് അങ്ങനെ ഒരു വിഭാഗമുണ്ട്, സ്കിൻ ഹെഡ്സ് എന്ന് പറഞ്ഞു. അവർ ഈ ഇമിഗ്രൻസിനോട് ഭയങ്കര വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ മോസ്കൊക്കെ ആക്രമിക്കാൻ ഇവരൊക്കെ കുറേ പേര് കൂട്ടു നിൽക്കുന്നുണ്ട്. മോസ്ക് ആക്രമിക്കാൻ ചെന്ന് കഴിയുമ്പോൾ മുസ്ലിം യുവാക്കൾ ഈ മോസ്കിൻ്റെ അടുത്ത് കാവൽ വന്നിട്ട് അവർ അടിച്ച് ഇതാകാനായിട്ട് അങ്ങനെ കുറേ പേര് നിൽപ്പുണ്ട്. അപ്പോൾ ഈ മോസ്ക് ആക്രമിക്കാൻ വന്നു കഴിയുമ്പോൾ അവർ മോസ്കിനെ ചെറുത്ത് നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും. അത് കഴിയുമ്പോൾ അവർ വേറെ ഒരു അടിയും കൂടി അടിക്കും. അതായത് അവിടെ ഏതെങ്കിലും പബ്സ് ഉണ്ടെങ്കിൽ, ബിയർ പബ്ബോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അവിടെ കയറി ഇവർ ആക്രമിക്കും മുസ്ലിംസ്. അപ്പോൾ അങ്ങനെ പൊതുവിൽ എല്ലാവരും കൂടി ഒരു കൂട്ടത്തല്ലിൻ്റെ ഒരു കണ്ടീഷനാണ്, കൂട്ട അടിയാണ് അവിടെ നടക്കുന്നത്. അതെ. അപ്പോൾ ഈ ഗവൺമെൻറ് അവിടെ പ്രൈം മിനിസ്റ്ററും ഒപ്പോസിഷൻ ലീഡറൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ സമാധാനപരമായിട്ട് ഇത് കൈകാര്യം ചെയ്യും, ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ 8.4 മില്യൺ പൗണ്ട്സ് ഇപ്പോൾ ഇറ്റ് ഹസ് ബിൻ സെറ്റ് അപ്പാർട്ട് ഇവരുടെയൊക്കെ ഈ ഇമിഗ്രൻസിനെയൊക്കെ സഹായിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ സർക്കാരിന് കഴിയുന്ന രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു അശാന്തി നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യക്കാരിലും മലയാളികളിലും വലിയ ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഒരൊറ്റ ചോദ്യം മാത്രമേ ഇതിലിപ്പോൾ മലയാളികൾക്ക് പൊതുവേ അറിയാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. അതുകൂടി സാർ ചേർത്ത് പറഞ്ഞത് അവസാനിപ്പിക്കാം. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷ് പൊളിറ്റിക്സിൻ്റെ 3 സ്ട്രാറ്റ എന്ന് പറയുന്നത്, ഒന്ന് പ്രൊട്ടസ്റ്റൻ്റ് സ്പിരിച്വാലിറ്റിയാണ്, അന്തിമമായി പ്രൊട്ടസ്റ്റൻ്റ് ആത്മീയ നേതാവായിരിക്കും അവരെ ലീഡർ. രണ്ടാമത്തേത്
മഹാറാണിയാണ് തീർച്ചയായിട്ടും. അങ്ങനെ ഒരു പാരമ്പര്യമാണല്ലോ. മഹാറാണി ഏറ്റവും പരമാധികാരി ആരാന്ന് ചോദിച്ചാൽ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആരുമല്ലല്ലോ. തീർച്ചയായിട്ടും മഹാറാണിയാണ്. മൂന്നാമത്തെ ഒരു സ്ട്രാറ്റജിയാണ് പാർലമെൻറ്റ്. ഈ മൂന്നാമത്തെ ലെയറാണ് പാർലമെൻറ്റ്. അതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർ. എനിക്ക് തോന്നുന്നു ബ്രിട്ടനിൽ ഇപ്പോൾ 2 പാർട്ടിയേ ഉള്ളൂ അല്ലേ? ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് അല്ലേ? 2 പാർട്ടികളേ ഉള്ളൂ. എന്തായിരിക്കും ഈ പുതിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങൾ? ഈ 2 പാർട്ടികൾക്കും അകത്തുള്ളവരല്ലല്ലോ ഈ വന്ന് നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നത്. ഓഫ് കോഴ്സ് ആ പറയുന്നതിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട് താനും. എന്തായിരിക്കും ഈ 2 പാർട്ടികളെ അല്ലെങ്കിൽ അഥവാ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ എങ്ങനെയായിരിക്കും? മാതൃകാപരമായ ജനാധിപത്യമാണല്ലോ ബ്രിട്ടീഷ് ഡെമോക്രസി. അതിൻ്റെ ഭാവി എന്തായിരിക്കും ഈ ഒരു കലാപത്തിൻ്റെ അനന്തരം? ലേബർ പാർട്ടി ഇങ്ങനെ വരുന്നവരെ കുറേയൊക്കെ ടോളറേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ലേബർ പാർട്ടി. ലെഫ്റ്റ് ആണോ ലേബർ? ലെഫ്റ്റ്. പിന്നെ കൺസർവേറ്റീവ് പാർട്ടിക്ക് അവർക്കും ഇതൊരു അൺബെയറബിളായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഋഷി സുനക്ക് ഒരു മാർഗ്ഗം ഇതിന് കണ്ടെത്തിയായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇടിച്ചു കയറി വരുന്ന ആൾക്കാരുണ്ടല്ലോ, കുറേ പേര് വിദ്യാഭ്യാസമില്ല, യോഗ്യതയില്ല, ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുകയും ഒച്ച ഉണ്ടാക്കുകയും തല്ലുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അവരെ റുവാണ്ടയിലേക്ക് വിടാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. കൺസർവേറ്റീവ് പാർട്ടിയാണ് റുവാണ്ടയിലേക്ക് കുറേ പേരെ പറഞ്ഞു വിടാം. അത് ഓരോരുത്തരും അവർ സ്വീകരിക്കുന്നതിന് ഒരാൾക്ക് ഇത്ര എന്നുള്ള രീതിയിൽ അതിന് പണം കൊടുക്കാം. അങ്ങനെ ഈ ശല്യം ഇവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു കൺസർവേറ്റീവ് പാർട്ടി. ഇന്ത്യൻ വംശജനായ ഋഷി സുനക്ക് ഒരു ഫോർമുല വെച്ചതാണല്ലേ? അതെ. പക്ഷേ അദ്ദേഹത്തെ തോൽപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഈ റുവാൻഡ അത് അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറായിരുന്നു. കാരണം ഒരാൾ വന്നാലും ഇത്രയും പൈസ വെച്ച് കിട്ടുമ്പോൾ നല്ലതാണല്ലോ എന്നൊക്കെ അവർ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇപ്പം ഇനിയിപ്പോൾ അത് ഉണ്ടാവില്ല. അവർ അങ്ങനെ ആൾക്കാരെ വന്നവരോ പൈസ വെച്ച് പറഞ്ഞാൽ ഈ ഓരോ കുടിയേറ്റക്കാരനും ഇത്ര എമൗണ്ട് കൊടുത്തിട്ട് ദയവായിട്ടൊന്ന് ഏറ്റെടുത്ത് തരൂ, ഞങ്ങൾക്കിത് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ? അതും സ്വീകരിക്കപ്പെട്ടില്ല. അത് സ്വീകരിക്കില്ല. ഇപ്പം ഇനിയിപ്പോൾ അത് ഉണ്ടാകുമായിരിക്കില്ല. അപ്പോൾ അത് എങ്ങനെയായാലും എന്തായാലും ലേബർ പാർട്ടി കുറെ കൂടി കുടിയേറ്റക്കാർക്ക് അനുകൂലമായ നിലപാടെടുക്കും നമുക്ക് വിചാരിക്കാം. അതേസമയത്ത് അതെങ്ങനെയെന്നുള്ളൊരു വല്ലാത്ത പ്രശ്നമാണ്. സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. രണ്ടാമത്തെ കേസ് കൺസർവേറ്റീവ് പാർട്ടി എന്തായാലും വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കാനാണ് സാധ്യത, അവിടുത്തെ ഒരു പോളിറ്റി വെച്ച്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാമല്ലേ സാർ? UK-യുടെ ഒരു പ്രതിസന്ധി, UK-യുടെ കലാപം നമ്മുടെയൊക്കെ മനസ്സുകളിലാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ ഇന്ത്യക്കാരനും, പ്രത്യേകിച്ച് മലയാളിയും, കുറേ പേര് നമ്മൾ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരുന്നതാണ്. ഇനിയിപ്പോൾ അതിനൊരു തടസ്സം വരും. തീർച്ചയായിട്ടും നമ്മുടെ ഭാവിയിലാണ് ഈ തീ ആളുന്നത്. അതെല്ലാവരും ഓർത്തിരിക്കട്ടെ. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.